അധ്യായം 4. ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൻ്റെ ആഘോഷം. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമകാലങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം ആഘോഷിക്കുന്നതാണ് ദൈവാരാധന. സഭയിലെ അതിൻ്റെ വ്യവസ്ഥാപിത രൂപമാണ് ആരാധനാക്രമം. ആരാധനാക്രമത്തിൽ മിശിഹാ രഹസ്യമാണ് അനുസ്മരിക്കുന്നത്. മിശിഹായാൽ സ്ഥാപിതമായ കൂദാശകൾ, സഭാസ്ഥാപിതമായ കൂദാശാനുകരണങ്ങൾ, പ്രാദേശികമായ സംസ്കാരങ്ങളിൽ രൂപം കൊണ്ട ഭക്താനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം ദൈവാരാധനയുടെ വ്യവസ്ഥാപിതമായ രൂപങ്ങളാണ്. യാമപ്രാർത്ഥനകൾ ആരാധനാക്രമപരമായ ആഘോഷങ്ങളിൽ നമ്മെ ഒരുക്കുന്നു. ഇവയെല്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യൻ്റെ നിത്യരക്ഷയാണ്. സഭയിലെ വിശ്വാസാഘോഷങ്ങൾ. ദൈവ മനുഷ്യകുലത്തിന് ചെയ്ത നന്മകൾ ഓർത്ത് ദൈവജനം പരമകാരുണികനായ ദൈവത്തിന് നൽകുന്ന ആരാധനയും കൃതജ്ഞതയുടെ പ്രകാശനവുമാണ് വിശ്വാസാഘോഷങ്ങൾ. പെസഹ രഹസ്യം. മനുഷ്യവംശത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള മിശിഹായുടെ രക്ഷാകര കർമ്മത്തെയാണ് പെസഹ രഹസ്യം എന്ന് പറയുന്നത്. മിശിഹായുടെ പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെ സഭ തൻ്റെ ആരാധനാക്രമത്തിൽ പ്രഖ്യാപിക്കുന്നു. മിശിഹ രഹസ്യം. രക്ഷകൻ്റെ വരവിനുള്ള ഒരുക്കം, മിശിഹായുടെ ജനനം, രഹസ്യ പരസ്യ ജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അവിടുത്തെ രണ്ടാം വരവ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മിശിഹ രഹസ്യം. മനുഷ്യവംശത്തിൻ്റെ രക്ഷാകര കർമ്മം മിശിഹ പൂർത്തിയാക്കിയത് പെസഹ രഹസ്യം വഴിയാണ്. ചരിത്രത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഈ ക്രിസ്തു രഹസ്യത്തെ വിശുദ്ധ പൗലോസ് രഹസ്യത്തിൻ്റെ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നു. സഭയിൽ ഈ പെസഹ രഹസ്യത്തിൻ്റെ പ്രഖ്യാപനവും ആഘോഷവുമാണ് ആരാധനാക്രമം അഥവാ ലിറ്റർജി. ലിറ്റർജി എന്ന വാക്കിൻ്റെ ഉത്ഭവാർത്ഥം പൊതുവായൊരു പ്രവൃത്തി അഥവാ ജനങ്ങളുടെ നാമത്തിലോ ജനങ്ങളെ പ്രതിയോ ഉള്ള ശുശ്രൂഷ എന്നാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇതിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിന് പങ്കുചേരൽ എന്നാണ് അർത്ഥം. ലിറ്റർജിയിലൂടെ നമ്മുടെ രക്ഷകനും പ്രധാന പുരോഹിതനുമായ മിശിഹ തൻ്റെ സഭയോടൊത്ത് സഭയിലൂടെ നമ്മുടെ രക്ഷാകർമ്മം തുറന്നുകൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭ എന്ത് വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രമാണത്തിലെ 12 വിശ്വാസ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശ്വാസം സഭയിൽ പ്രകടമാകുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ആരാധനാക്രമം. വചനം വായിക്കാം. എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ഉത്തരം കണ്ടെത്താം. എന്താണ് ആരാധനാക്രമം? ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം ആഘോഷിക്കുന്നതാണ് ദൈവാരാധന. സഭയിലെ അതിൻ്റെ വ്യവസ്ഥാപിത രൂപമാണ് ആരാധനാക്രമം. ആരാധനാക്രമത്തിൽ മിശിഹ രഹസ്യമാണ് അനുസ്മരിക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ രക്ഷാകർമ്മം മിശിഹ പൂർത്തിയാക്കിയത് പെസഹ രഹസ്യം വഴിയാണ്. ചരിത്രത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഈ ക്രിസ്തു രഹസ്യത്തെ വിശുദ്ധ പൗലോസ് ശ്ലീഹ രഹസ്യത്തിൻ്റെ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നു. സഭയിൽ ഈ പെസഹ രഹസ്യത്തിൻ്റെ പ്രഖ്യാപനവും ആഘോഷവുമാണ് ആരാധനാക്രമം. വിശ്വാസം സഭയിൽ പ്രകടമാകുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ആരാധനാക്രമം. ഉത്തരം കണ്ടെത്താം. പെസഹ രഹസ്യം എന്തിനു വേണ്ടി? പെസഹ രഹസ്യം ആഘോഷിക്കുന്നതിൻ്റെ കാരണങ്ങൾ. മിശിഹ എല്ലാ മനുഷ്യരുടെയും രക്ഷയുടെ മാർഗമായതിനാൽ മിശിഹായുടെ രക്ഷാകർമ്മം യുഗാന്ത്യം വരെ തുടരുന്നതിന്, നമ്മുടെ രക്ഷകനും പ്രധാന പുരോഹിതനുമായ മിശിഹ തൻ്റെ സഭയോടൊത്ത് സഭയിലൂടെ രക്ഷാകർമ്മം തുടരുന്നതിനാൽ, എല്ലാവരുടെയും ബോധപൂർവവും സജീവവും ഫലപ്രദവുമായ ഭാഗഭാഗിത്വം സഭ നമ്മോട് ആവശ്യപ്പെടുന്നതിനാൽ. ആരാധനാക്രമത്തിൻ്റെ ആഘോഷ മേഖലകൾ. ആരാധനാക്രമത്തിൻ്റെ ആഘോഷങ്ങൾ: കൂദാശകൾ, യാമപ്രാർത്ഥനകൾ, കൂദാശാനുകരണങ്ങൾ, പൊതുജനഭക്തി, തിരുനാളാഘോഷങ്ങൾ. കൂദാശകൾ 7. പ്രവേശക കൂദാശകൾ: മാമോദീസ, തൈലാഭിഷേകം, കുർബാന. സൗഖ്യദായക കൂദാശകൾ: കുംഭസാരം, രോഗീലേപനം. ദൗത്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും കൂദാശകൾ: തിരുപ്പട്ടം, വിവാഹം. കൃപാവരത്തിൻ്റെ ഫലദായകങ്ങളായ അടയാളങ്ങളും ഉപാധികളുമാണ് കൂദാശകൾ. മിശിഹ സ്ഥാപിച്ചതും സഭയെ ഫലപേൽപ്പിച്ചതുമായ കൂദാശകൾ വഴി നമുക്ക് ദൈവിക ജീവൻ നൽകപ്പെടുന്നു. മനുഷ്യനെ വിശുദ്ധീകരിക്കുക, മിശിഹായുടെ ഭൗതിക ശരീരം പടുത്തുയർത്തുക, ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നതാണ് കൂദാശകളുടെ ലക്ഷ്യം. കുർബാന സ്വീകരിക്കുന്നതിന് പോകാതിരിക്കുന്നത് ഉറവയുടെ അടുത്ത് ദാഹിച്ച് മരിക്കുന്നത് പോലെയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. ചർച്ച ചെയ്യുക. ഞാൻ എന്തിന് കൂദാശകൾ സ്വീകരിക്കണം? യുക്യാറ്റ് 174. ഉത്തരം കണ്ടെത്താം. നമുക്ക് കൂദാശകളുടെ എണ്ണം കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കുമോ? എന്തുകൊണ്ട്?
മിശിഹ സ്ഥാപിച്ചതും സഭയെ ഫലമേൽപ്പിച്ചതുമായ കൂദാശകൾ നമുക്ക് ദൈവിക ജീവൻ നൽകുന്നു. തിരുസഭയിൽ കൂദാശകൾക്ക് ഓരോന്നിനും പൊതുഘടനയുണ്ട്. അവയിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇവ പരികർമ്മം ചെയ്യുന്ന രീതികളിൽ വ്യത്യസ്തത നിലനിൽക്കുന്നു. എന്തുകൊണ്ട് കൂദാശകൾ പല രീതിയിൽ പരികർമ്മം ചെയ്യപ്പെടുന്നു? തിരുസഭയിൽ കൂദാശകൾക്ക് ഓരോന്നിനും പൊതുഘടനയും വ്യത്യസ്ത അനുഷ്ഠാന രീതിയുമുണ്ട്. വിവിധ ആരാധനക്രമ പാരമ്പര്യങ്ങളിൽ ഓരോ കൂദാശയുടെയും ഘടനാപരമായ കാര്യങ്ങളൊന്നാണ്. എന്നാൽ പരികർമ്മം ചെയ്യുന്ന രീതികളിൽ വ്യത്യസ്തത നിലനിൽക്കുന്നു. ഉദാഹരണം, വിശുദ്ധ കുർബാനയിൽ വ്യത്യസ്ത വ്യക്തിസഭകളിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെ. അനുഷ്ഠാന രീതികൾ, പ്രാർത്ഥനകൾ എന്നിവ വ്യത്യസ്തങ്ങളാണ്. സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കൂദാശകളുടെ ആഘോഷത്തിൽ ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതും മാറ്റം വരുത്താവുന്നതുമായ ഭാഗങ്ങളുമുണ്ട്. പൊതുവായ ആരാധനക്രമ പാരമ്പര്യങ്ങൾ: പാശ്ചാത്യം, റോമൻ; പൗരസ്ത്യം, അന്ത്യോക്യൻ, ബൈസന്റിയൻ, കൽദിയൻ, അലക്സാൻഡ്രിയൻ, അർമേനിയൻ. ആരാധനാക്രമ പാരമ്പര്യങ്ങളുടെ വൈവിധ്യങ്ങൾക്കിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്ന മാനദണ്ഡം ശ്ലൈഹിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. അതായത് ശ്ലൈഹിക പിന്തുടർച്ചയാൽ സൂചിപ്പിക്കപ്പെടുന്ന വിശ്വാസവും അപ്പസ്തോലന്മാരിൽ നിന്ന് സ്വീകരിച്ച കൗദാശിക സന്ദർഭവും. കൂദാശകൾ കഴിഞ്ഞാൽ മറ്റെല്ലാ ഭക്തി പ്രകടനങ്ങളെക്കാളും വലുത് വിശുദ്ധ കുർബാനയിൽ ഈശോയെ ആരാധിക്കുന്നതാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോറി. ഉത്തരം കണ്ടെത്തുക. കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതൻ്റെ അയോഗ്യതകൾ കൂദാശകളുടെ ഫലദായകത്തെ ബാധിക്കുമോ? എന്തുകൊണ്ട്? കൂദാശകൾ കാർമ്മികൻ്റെയോ സ്വീകരിക്കുന്ന വ്യക്തിയുടെയോ നീതിയാലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പ്രവർത്തിക്കുന്നത്. ഒരു കൂദാശ സഭയുടെ നിയോഗമനുസരിച്ച് ആഘോഷിക്കപ്പെടുന്ന നിമിഷം മുതൽ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തി അതിലൂടെയും കാർമ്മികൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്നു. കൂദാശകളുടെ ഫലദായകത്വം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരുക്കത്തെയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കും. സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരുക്കത്തെ മെച്ചപ്പെടുത്തുവാൻ കാർമ്മികൻ്റെ വിശുദ്ധമായ വ്യക്തിജീവിതം സഹായകരമാണ്. ഉത്തരം കണ്ടെത്തുക. എന്താണ് യാമപ്രാർത്ഥനകൾ? യാമപ്രാർത്ഥനകൾ ഒരു ദിവസത്തെ 7 യാമങ്ങളെ തിരിച്ച് ദൈവസ്തുതി സ്തോത്രങ്ങളാൽ ഓരോ യാമത്തെയും വിശുദ്ധീകരിക്കുക എന്നതാണ് യാമപ്രാർത്ഥനയുടെ ലക്ഷ്യം. ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേക സമയങ്ങളിൽ സഭ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ആരാധനയുടെയും യാചനകളുടെയും ഔദ്യോഗിക പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകൾ. യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സഭ ഒന്നാകെ കർത്താവിനെ അനുസ്യൂതം സ്തുതിക്കുകയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം 7 നേരമുള്ള പ്രാർത്ഥന സന്യാസാശ്രമങ്ങളിലുണ്ട്. മറ്റിടങ്ങളിൽ പ്രധാനമായും സായാഹ്ന പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന എന്നീ 3 യാമപ്രാർത്ഥനകളാണ് നടത്താറുള്ളത്. യാമപ്രാർത്ഥനകൾ: റംഷ സായാഹ്ന പ്രാർത്ഥന, ശുഭ അത്താഴ അനന്തര പ്രാർത്ഥന, ലലിയ പാതിരാ പ്രാർത്ഥന, കാലാദ് ഷഹ്റ കോഴി കൂവുമ്പോഴുള്ള പ്രാർത്ഥന, സപ്ര പ്രഭാത പ്രാർത്ഥന, കുദ്ധ പൂർവ്വ മധ്യാഹ്നം, എന്താന മധ്യാഹ്ന പ്രാർത്ഥന. കൂദാശ അനുകരണങ്ങൾ: മിശിഹ സ്ഥാപിച്ചിട്ടുള്ള കൂദാശകളെ അനുകരിച്ചുകൊണ്ടുള്ള വിശുദ്ധ അടയാളങ്ങളാണ് കൂദാശാനുകരണങ്ങൾ. കൂദാശകളുടെ ഫലം സ്വീകരിക്കുവാനും ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളെ വിശദീകരിക്കുന്നതിനും അവ സഭാമക്കളെ ഒരുക്കുന്നു. വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ ഇവയുടെ വിശുദ്ധീകരണമാണ് സഭ ലക്ഷ്യം വയ്ക്കുന്നത്. സഭയുടെ പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സ്വീകരിക്കാൻ അവ നമ്മെ ഒരുക്കുകയും അതുമായി സഹകരിക്കാൻ സന്നദ്ധരാക്കുകയും ചെയ്യുന്നു. കൂദാശാനുകരണങ്ങളുടെ വിവിധ രൂപങ്ങൾ: മൂറോൻ വെഞ്ചരിപ്പ്, സന്യാസവ്രത വാഗ്ദാനം, ആശീർവാദങ്ങൾ, വെഞ്ചരിപ്പുകൾ, പിശാച് ബഹിഷ്കരണം, വ്രതസംസ്കാരം. കൂദാശാനുകരണങ്ങളുടെ ഘടന: പ്രാർത്ഥന, കൈവപ്പ്, കുരിശടയാളം, വിശുദ്ധ ജലം തളിക്കൽ. മൂറോൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം തൈലം എന്നാണ്. തൈലാഭിഷേകം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നതിനും ദേവാലയം കൂദാശ ചെയ്യുന്നതിനും മെത്രാൻ വെഞ്ചരിക്കുന്ന മൂറോൻ തൈലം ഉപയോഗിക്കുന്നു. എക്സോർസിസം എന്നാൽ പിശാചബാധ ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം. സഭയുടെ നിയമമനുസരിച്ച് എല്ലാ വൈദികർക്കും തിരുപ്പട്ടം വഴി ഇതിന് അധികാരമുള്ളവരാണ്. എങ്കിലും പ്രത്യേകമായി ഇത് പരികർമ്മം ചെയ്യാൻ രൂപതാധ്യക്ഷൻ നിയമിക്കാറുണ്ട്. ഉത്തരം കണ്ടെത്തുക. കൂദാശയും കൂദാശാനുകരണങ്ങളും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? കൃപാവരത്തിൻ്റെ ഫലദായകങ്ങളായ അടയാളങ്ങളും ഉപാധികളുമാണ് കൂദാശകൾ. മിശിഹ സ്ഥാപിച്ചതും സഭയെ ഫലമേൽപ്പിച്ചതുമായ കൂദാശകൾ വഴി നമുക്ക് ദൈവിക ജീവൻ നൽകപ്പെടുന്നു. മനുഷ്യനെ വിശുദ്ധീകരിക്കുക, മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭ പടുത്തുയർത്തുക, ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നതാണ് കൂദാശകളുടെ ലക്ഷ്യം. എന്നാൽ മിശിഹ സ്ഥാപിച്ചിട്ടുള്ള കൂദാശകളെ അനുകരിച്ചിട്ടുള്ള വിശുദ്ധ അടയാളങ്ങളാണ് കൂദാശാനുകരണങ്ങൾ. കൂദാശകളുടെ ഫലം സ്വീകരിക്കുവാനും ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളെ വിശദീകരിക്കുന്നതിനും അവ സഭാമക്കളെ ഒരുക്കുന്നു.
വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ ഇവയുടെ വിശുദ്ധീകരണമാണ് സഭ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സഭയുടെ പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സ്വീകരിക്കാൻ അവ നമ്മെ ഒരുക്കുകയും അതുമായി സഹകരിക്കാൻ സന്നദ്ധരാക്കുകയും ചെയ്യുന്നു. പൊതുജനഭക്തി. ആരാധനാക്രമത്തിൻ്റെ ആഘോഷങ്ങളുടെ നിരയിൽ പ്രധാനമായ ഒന്നാണ് പൊതുജനഭക്തി. വിവിധങ്ങളായ ഭക്താനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. ഭക്താനുഷ്ഠാനങ്ങൾ. മിശിഹായുടെ ജനന, ജീവിത, മരണോത്ഥാന രഹസ്യങ്ങൾ ആഴത്തിൽ പഠിച്ചറിഞ്ഞ് സഭയുടെ ആരാധനാക്രമത്തിൽ സജീവമായി പങ്കുചേരാൻ നമ്മെ സഹായിക്കുന്നതാണ് ഭക്താനുഷ്ഠാനങ്ങൾ. നോമ്പാചരണം, തിരുശേഷിപ്പുകളുടെ വണക്കം, ജപമാല പ്രാർത്ഥന, കുരിശിൻ്റെ വഴി, നൊവേന പ്രാർത്ഥനകൾ, തീർത്ഥാടനങ്ങൾ തുടങ്ങിയവയാണ് ഭക്താനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഇവ ആരാധനാക്രമാനുഷ്ഠാനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചൈതന്യം ജീവിച്ചും ജീവിക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകിയും ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ നമ്മെ സഹായിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ. സഭാംഗങ്ങളുടെ ആധ്യാത്മിക പരിപോഷണം ലക്ഷ്യം വെച്ച് വിശ്വാസത്തോടെ നടത്തുന്ന വിവിധങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാന രീതികളുമാണ് ആചാരാനുഷ്ഠാനങ്ങൾ. ജനന മരണാവസരങ്ങളോടനുബന്ധിച്ച് പല വിധത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും നടത്തുന്നത് പതിവ് സഭയിലുണ്ട്. സഭാംഗങ്ങളുടെ ആധ്യാത്മിക വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളവയാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ. ജനനത്തോടനുബന്ധിച്ചുള്ള കർമ്മങ്ങൾ മിക്കവയും വിശ്വാസ സംബന്ധമായ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതാത് സ്ഥലത്തെ സാമൂഹിക ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ളവയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പേരുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകൽ, വിശുദ്ധ കുരിശുരൂപം ചേർത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ രൂപപ്പെടുത്തൽ, തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ആശീർവാദവും അനുഗ്രഹ പ്രാർത്ഥനകൾ തുടങ്ങിയവ ജനനവുമായി ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. മരിച്ചവരുടെ ഓർമ്മയാചരണം സഭയിൽ വളരെ സജീവവും വിപുലവുമാണ്. കർശനമായ നോമ്പും പരിത്യാഗങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് മരിച്ചവരോടുള്ള ആദരവും സ്നേഹവും നാം പ്രകടിപ്പിക്കുന്നു. 7-ാം ചരമദിനം, 41-ാം ചരമദിനം, ചരമവാർഷികം, വീട്ടിലും കബറിടത്തിലും മരിച്ചവർക്കായി പ്രത്യേക പ്രാർത്ഥനകൾ എന്നിങ്ങനെ പ്രത്യേക കർമ്മങ്ങൾ ക്രൈസ്തവർ അനുഷ്ഠിച്ചു വരുന്നു. ഉത്തരം കണ്ടെത്തുക. ആചാരാനുഷ്ഠാനങ്ങളും ഭക്താനുഷ്ഠാനങ്ങളും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? മിശിഹായുടെ ജനന, ജീവിത, മരണോത്ഥാന രഹസ്യങ്ങൾ ആഴത്തിൽ പഠിച്ചറിഞ്ഞ് സഭയുടെ ആരാധനാക്രമത്തിൽ സജീവമായി പങ്കുചേരാൻ നമ്മെ സഹായിക്കുന്നതാണ് ഭക്താനുഷ്ഠാനങ്ങൾ. സഭാംഗങ്ങളുടെ ആധ്യാത്മിക പരിപോഷണം ലക്ഷ്യം വെച്ച് വിശ്വാസത്തോടെ നടത്തുന്ന വിവിധങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാന രീതികളുമാണ് ആചാരാനുഷ്ഠാനങ്ങൾ. തിരുനാൾ ആഘോഷങ്ങൾ. ഉത്തരം കണ്ടെത്തുക. തിരുനാൾ ആഘോഷങ്ങളുടെ ലക്ഷ്യമെന്ത്? ആരാധനാ മത്സരത്തിനനുസൃതമായിട്ടുള്ള തിരുനാളുകൾ സാഘോഷം കൊണ്ടാടുന്ന പതിവ് നമുക്കുണ്ട്. കത്തോലിക്ക സഭയിലൂടെ മിശിഹായിലുള്ള വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും അനുയോജ്യമായ ഒരു ആധ്യാത്മിക ജീവിത ശൈലി രൂപീകരിക്കാൻ ഓരോ വിശ്വാസിയെയും സഹായിക്കുന്നവയാണ് തിരുനാൾ ആഘോഷങ്ങൾ. ഈ ആത്മീയ ആഘോഷങ്ങൾ നമ്മെ വിശ്വാസത്തിൻ്റെ പുണ്യപൂർണ്ണതയിലേക്ക് നയിക്കുന്നു. സഭയിൽ തിരുനാളുകളെ അവയുടെ പ്രാധാന്യമനുസരിച്ച് 3 ഗണങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുനാളുകൾ, മാറാനായ, പ്രധാനപ്പെട്ട തിരുനാളുകൾ, സാധാരണ തിരുനാളുകൾ എന്നിവയാണവ. സഭയിലെ തിരുനാളുകൾ. കർത്താവിൻ്റെ തിരുനാളുകൾ. പിറവി തിരുനാൾ ഡിസംബർ 25, നമ്മുടെ കർത്താവിൻ്റെ നാമകരണം ജനുവരി 1, ദനഹാ തിരുനാൾ ജനുവരി 6, നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം ഫെബ്രുവരി 2, ഓശാന ഞായർ, പെസഹ വ്യാഴം, പീഡാനുഭവ വെള്ളി, ഉയിർപ്പ് തിരുനാൾ, സ്വർഗാരോഹണ തിരുനാൾ ഉയിർപ്പിൻ്റെ 6-ാം വ്യാഴം, പന്തക്കുസ്ത തിരുനാൾ, രൂപാന്തരീകരണ തിരുനാൾ ആഗസ്റ്റ് 6, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ 14. പ്രധാനപ്പെട്ട തിരുനാളുകൾ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളുകൾ, ഓർമ്മ തിരുനാളുകൾ. സാധാരണ തിരുനാളുകൾ. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ചുള്ളവ, തീയതി അനുസരിച്ചുള്ള സാർവത്രിക തിരുനാളുകൾ. വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. വിശ്വാസ ആഘോഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവിക രഹസ്യങ്ങളെ പുനരവതരിപ്പിക്കുന്നു. നമ്മൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. മിശിഹായുമായിട്ടുള്ള സമാഗമത്തിന് ദൈവജനത്തെ ഒരുക്കുന്നു. സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുന്നിൽ മിശിഹാ രഹസ്യത്തെ യാഥാർത്ഥ്യമാക്കുന്നു. സഭയെ ഐക്യത്തിൻ്റെ ഫലമണിയിക്കുന്നു. ചർച്ച ചെയ്യാം. നമ്മുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ശൈലി, വിശ്വാസ വളർച്ച, കൂട്ടായ്മ ബോധം എന്നിവയ്ക്ക് ഉപകരിക്കുന്നുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ നിർദ്ദേശിക്കുന്നു? വിശ്വാസ ആഘോഷങ്ങളുടെ പ്രസക്തി. മനുഷ്യരക്ഷയ്ക്കായുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായ മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് ആരാധനാക്രമം. വിശ്വാസാഘോഷത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ, ഒരു നീരുറവയിൽ നിന്നെന്ന പോലെ നമ്മിലേക്ക് കൃപാബലം പ്രവഹിക്കുന്നു. മിശിഹായിലുള്ള മനുഷ്യരുടെ വിശുദ്ധീകരണവും ദൈവമഹത്വവും വിശ്വാസാഘോഷങ്ങളിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നു. ആരാധനാക്രമങ്ങളിലുള്ള സജീവ പങ്കാളിത്തം വഴി മിശിഹാ രഹസ്യത്തിൻ്റെ വിവിധ മാനങ്ങളിലൂടെ ദൈവജനത്തിന് കടന്നു പോകാൻ കഴിയുന്നു.
ശിരസായ മിശിഹായോട് ചേർന്ന് ആരാധനാഘോഷങ്ങളിൽ പൂർണ്ണവും ബോധപൂർവകവും സജീവവുമായ പങ്കുചേരലിലേക്ക് എല്ലാ വിശ്വാസികളും നയിക്കപ്പെടണമെന്ന് സഭാമാതാവ് തീവ്രമായി അഭിലഷിക്കുന്നു. സഭയോട് ചേർന്ന് സജീവമായിട്ടുള്ള ആരാധനയിലൂടെ മിശിഹായോടൊന്നായി ചേർന്ന് വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്കാകണം. എൻ്റെ ബോധ്യങ്ങൾ: ദേവാലയത്തിലെ കർമ്മങ്ങൾ, ആഘോഷങ്ങൾ വെറും അനുഷ്ഠാനങ്ങളല്ല, എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ദൈവമഹത്വത്തിനും വിശുദ്ധീകരണത്തിനും വിശ്വാസാഘോഷങ്ങൾ എന്നെ സഹായിക്കുന്നു. എൻ്റെ സജീവവും ഫലപ്രദവുമായ ഭാഗഭാഗിത്വം ആരാധനാക്രമ ആഘോഷങ്ങളിൽ തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായങ്ങൾ 22 മുതൽ 28 വരെ. ഹൃദയം ദീപ്തമാക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. എൻ്റെ തീരുമാനം: ഒരുക്കത്തോടെയും വിശ്വാസത്തോടെയും കൂദാശകളിലും മറ്റ് ഭക്താനുഷ്ഠാനങ്ങളിലും ഞാൻ പങ്കെടുക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.